പറയച്ചാ. ഇല്ല, ഒന്നുമില്ല. എവിടെ കാണിച്ചേ? ഒന്നുമില്ല. ആ കൈ കാണിക്കച്ചാ. ദേ കണ്ടില്ലേ, ഈ കയ്യിലും ഒന്നുമില്ല. ഒന്നുമില്ല. അങ്ങനെയല്ല, രണ്ടു കൈയും ഒരുമിച്ച് കാണിക്കച്ചാ. അതെ, ഒരുമിച്ച് കാണിക്കേ. അതെ, രണ്ട് കൈ നീട്ടി കാണിക്കച്ചാ. ഏയ് ഇല്ലില്ല, ഒന്നുമില്ല. രണ്ട് കൈയും കാണിക്കേ. കാണിക്കച്ചാ, please. അയ്യോ, ഹായ്, ജാസ്മിൻ ഫ്ലവേഴ്സ്. ആർക്കാച്ചാ വാങ്ങിക്കൊണ്ട് വന്നേ? അത് അച്ഛനോടാ ചോദിച്ചത്, പറയച്ചാ. ഭഗവാന്റെ ചിത്രത്തിൽ വെക്കാനായിട്ട് വാങ്ങിയതാണോ അച്ഛാ? അത് പിന്നെ ആക്ച്വലി കുട്ടികളെ, ഹോംവർക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞോ നിങ്ങള്? എന്നാ ബാഗുകളൊക്കെ അകത്തെടുത്ത് വെക്ക, ഞാൻ കഴിക്കാൻ എടുത്ത് വെക്കാം. ചെല്ല്. തല കൂട്ടിയിടിച്ച കൊമ്പ് മുളയ്ക്കുമെന്നാ പറയാറ്. വീണ്ടും തല മുട്ടിക്കണം. അരികിൽ പതിയിടനെഞ്ചാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീണം. എൻ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ ഇന്ന് പൂ വാങ്ങിയിട്ട് വരണമെന്ന് എന്താ തോന്നിയത്? അത് രവി വാങ്ങിച്ചപ്പോ എന്നോടൊന്ന് വാങ്ങിക്കാൻ പറഞ്ഞു. സ്വീറ്റ്സ് ഞാനാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോ പൂ വാങ്ങിയിട്ട് വരണമെന്ന് ഏട്ടന്റെ മനസ്സിൽ തോന്നിയില്ലല്ലേ? ഏയ് നോ, അതല്ലേ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നേ. ഏട്ടനായിട്ട് പോയി വാങ്ങിയിട്ട് വന്നതല്ലല്ലോ. നാളെ ഞാൻ തീർച്ചയായിട്ടും വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ? ഞാൻ ചോദിച്ചതുകൊണ്ട് ഇനി വാങ്ങിയിട്ട് വരണ്ട. താൻ ചോദിച്ചില്ലെങ്കിൽ ഞാൻ വാങ്ങിട്ട് വരും. ശരി ശരി, അതൊക്കെ പോട്ടെ. ഏട്ടൻ പോയി കുളിച്ചിട്ട് വാ, ഞാൻ കഴിക്കാൻ എടുത്ത് വെക്കാം. ഓക്കെ, ഏട്ടൻ പോയിട്ട് വാ.
ആ ആദ്യം ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരണം, അതിനുശേഷമേ കഴിക്കാനിരിക്കാൻ പാടുള്ളൂ. എന്താ ഏട്ടാ ഇത്? അവർക്കും അറിയില്ല, ഏട്ടനും ഒന്നും അറിയില്ലേ. ഡൈനിങ് ടേബിൾ മാനേഴ്സ് നമ്മൾ പാലിക്കണം ഏട്ടാ. ഇതെല്ലാം ഇനി ഏട്ടൻ എപ്പോ പഠിക്കുമെന്ന് അറിയില്ല. സത്യമായിട്ടും നിന്റെ ഏട്ടന് ഇതൊന്നും അറിയില്ല അഖിൽ. ഈ അടുത്ത കാലത്താ ഇതൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഓരോ കാര്യങ്ങളിലും അപ്ഡേറ്റ് ആയിരിക്കണോ ഏട്ടത്തി, അല്ലെങ്കിൽ നമ്മൾ പിന്നിലായി പോകും. അതെ കാർത്തിക, മുൻകൂട്ടി അതൊക്കെ കണ്ടില്ലെങ്കിലേ നാണം കെടേണ്ടി വരും. സെർവ് ചെയ്തോളൂ. എന്താ ഇത്? ഇതിനു മുന്നേ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഈ പുല്ലൊക്കെ എന്താ? ദോശ, പൂരി, വട ഇതൊന്നും ഉണ്ടാക്കിയില്ലേ? അതെല്ലാം ഓയിലി ഫുഡാ. അതൊക്കെ വലിച്ചു കയറ്റി ഞാനും നിങ്ങളെ പോലെ ഡ്രം പോലെ ആവും. എനിക്കിതൊന്നും കഴിക്കാൻ ഇഷ്ടല്ലടാ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കണ്ട. കാർത്തികേ, മുതിർന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇനി മുതൽ ദിവസം ഈ ഫുഡ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കഴിക്കാം, വേണ്ടാത്തവർ കഴിക്കണമെന്ന് നിർബന്ധവും ഇല്ല. എല്ലാം നിങ്ങളെ ഇഷ്ടത്തിനാണോ ഇവിടെ ചെയ്യുന്നേ? ഹെൽത്തി ഫുഡ് കഴിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ഞങ്ങൾ വിഷം തിന്നാനൊന്നും പറഞ്ഞില്ലല്ലോ. ഈ പുല്ലിനേക്കാളും വിഷാ നല്ലത്. ദോശയും വടയൊക്കെ കഴിച്ച് ശീലിച്ചതാ. പെട്ടെന്ന് ഭക്ഷണ രീതി മാറ്റണമെന്ന് പറഞ്ഞ ഇത് ശീലിച്ചേ പറ്റൂ ഇളയമ്മേ. എന്തു കാര്യമായിരുന്നാലും സാവധാനത്തിലാ തുടങ്ങേണ്ടത്. ഇങ്ങനെ പെട്ടെന്നുണ്ടോന്ന വലിയ കഷ്ടമാ. നിനക്കിത്തിരി കൂടുന്നുണ്ടെങ്കിലേ. എന്താ ഏട്ടന് ഇതൊന്നും ഡൈജസ്റ്റ് ആവില്ലേ? ഭാസ്കർ ഏട്ടൻ പോലും പഴയ ആൾക്കാരെ പോലെ സംസാരിക്കുന്നേ. നിങ്ങളുടെ പുതിയ ശീലങ്ങളൊന്നും ഏട്ടൻ ഇതുവരെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു കാർത്തികേ. ഇനി ഇങ്ങോട്ട് പോകുന്തോറും എല്ലാം മനസ്സിലാകും. നിങ്ങൾ രണ്ടുപേരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ പുതിയ ഫാക്ടറിയില് അഭി ജോലി ചെയ്യുന്ന കാര്യം എന്താ എന്നോട് പറയാതിരുന്നത്? എന്താ പറഞ്ഞേ? അഭിയും ആ ഫാക്ടറിയിൽ തന്നെയാണോ ജോലി ചെയ്യുന്നിടത്തി? സിമ്പതി ഗെയിൻ ചെയ്യാൻ വേണ്ടിയായിരിക്കും അയാൾ അവിടെ ജോലിക്ക് വരുന്നത്. നമ്മൾ അയാളെ കണ്ട് മനസ്സുരുക്കി പോകുന്നായിരിക്കും വിചാരം. ആ വെള്ളം അങ്ങ് വാങ്ങി വെക്കട്ടെ. അഭി നിങ്ങളിൽ നിന്ന് ദയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ തന്റെ സ്വത്തുക്കൾ എന്തിനു നിങ്ങൾക്ക് എഴുതി തരണം? അഭി ദാനം തന്ന സ്വത്തുക്കൾ വെച്ചല്ലേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോ ഞങ്ങൾ ഗതികെട്ടവരാണെന്നാണോ പറയുന്നേ? കുറച്ചു ദിവസം മുമ്പ് നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരുന്നു എന്ന് എന്താ മറന്നുപോയോ? നിങ്ങളുടെ സ്ഥാനം എന്താണെന്നും അഭിയുടെ സ്ഥാനം എന്താണെന്നും ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതിനിപ്പോ എന്താ അമ്മേ? അയാളുടെ കാലിവിടെ മാപ്പ് ചോദിക്കണോ അതോ മാലിട്ട് സ്വീകരിക്കണോ? നിങ്ങൾ അഭിയെ അപമാനിക്കാതിരുന്നാൽ തന്നെ ധാരാളം. ഞങ്ങൾ ഈ ആഹാരം കഴിക്കണോ വേണ്ടയോ? കഴിക്കടാ, വയറ് നിറച്ച് കഴിക്ക്. ആവശ്യത്തിൽ കൂടുതൽ അവൻ തന്നിട്ട് പോയില്ലേ? മൂക്ക് മുട്ട കഴിച്ച് സന്തോഷിച്ചിരിക്കെ. എനിക്ക് ഈ പുല്ലൊന്നും വേണ്ട. നിങ്ങൾ തന്നെ തിന്ന് തൊലക്ക്. ലീവ് ഇറ്റ് അഖിൽ. വിശക്കുമ്പോ താനെ കഴിച്ചോളൂ. ഇവരോടൊന്നും കെഞ്ചേണ്ട ആവശ്യം നമുക്കില്ല. അത്രേ ഉള്ളൂ. ഏട്ടാ വേഗം കഴിക്കാൻ നോക്കാം, നമുക്ക് ഫാക്ടറി പോണം. കഴിച്ചോണ്ടിരിക്കല്ലേ, എങ്ങനെ കഴിക്കണമെന്ന് നീ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചേട്ടാ, അഭിചേട്ടാ, എന്താ രവി? ചേട്ടന് വേണ്ടി ഞാൻ എന്താ കൊണ്ടുവന്നാ നോക്കിയേ. ചേട്ടാ, സൈക്കിള്. ഇനി മുതൽ ഈ സൈക്കിൾ ചേട്ടന്റെയാ. കാശില്ലാത്ത ഈ സമയത്ത് പുതിയൊരു സൈക്കിൾ എന്തിനാ രവി? സാരമില്ലാട്ടെ, ഇരിക്കട്ടെ. അറിയാവുന്ന ഒരാളുടെ നിന്ന് വാങ്ങിയതാ. മാസം കുറേശ്ശെ പൈസ അടച്ചാൽ മതി.
രണ്ടുപേരും ഒരേ സൈക്കിളല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നെ, പിന്നെന്തിനാ വേറൊരു സൈക്കിള്? ഡെയിലി എന്നെ ഇരുത്തിക്കൊണ്ട് ഈ ചേട്ടനാ ചേച്ചി സൈക്കിൾ ഓടിക്കുന്നത്. ഞാൻ ഓടിക്കാന്ന് പറഞ്ഞാൽ പോലും കേൾക്കില്ല. പാവം, ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ട് പിന്നെ എന്നെ ഇരുത്തിക്കൊണ്ട് ഇത്രയും ദൂരം ആ സൈക്കിളും ചവിട്ടിക്കൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ ചേച്ചി? ഇപ്പൊ രണ്ടുപേർക്കും ഓരോ സൈക്കിൾ സമാധാനമായിട്ട് ജോലിക്ക് പോകാമല്ലോ. ചേച്ചി, എന്തു പറ്റി ചേച്ചി? എന്തേട്ടാ ചേച്ചി, ഞാൻ മോശമായിട്ടെന്തെങ്കിലും പറഞ്ഞ് ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിച്ചോ? ഇത്ര സ്നേഹത്തോടുള്ള ഏട്ടത്തി എന്നുള്ള വിളി കേട്ടിട്ട് എത്ര നാളായി. ബന്ധുക്കൾ ശത്രുക്കളായി മാറി. ഇപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാര് സ്വന്തക്കാരായി മാറിയിരിക്കുന്നു. ഞാൻ തെറ്റായി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കേട്ടാ. എന്നോട് ക്ഷമിക്കൂ ചേച്ചി. തെറ്റായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെക്കുറിച്ച് എന്റെ ഒരു അനുജനെ പോലെ നീ ചിന്തിച്ച. ഒരു ബന്ധമില്ലാത്ത ഞങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് കണ്ണു നിറഞ്ഞു പോയി, അത്രയുള്ളൂ. എന്താ ചേച്ചി ഇങ്ങനെ ഒരു ബന്ധമില്ലെന്നൊക്കെ പറയുന്നേ? നിങ്ങൾ ഞങ്ങളുടെ ചേട്ടൻ ചേച്ചിയല്ലേ? ചേച്ചി, ചേച്ചിയും ചേട്ടനും സൈക്കിളിൽ ഒരു റൗണ്ട് പോയിട്ട് വാ. സൈക്കിളിലോ? ഞാനോ? അതെ ചേച്ചി, എന്തായാലും ചേട്ടൻ പുതിയ സൈക്കിൾ വാങ്ങിയതല്ലേ? കുട്ടികൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും റൈഡൊക്കെ പോയിട്ട് വാ. ചേട്ടാ, ചേച്ചി അങ്ങോട്ട് പോയിട്ട് വന്നേ. ഏയ് വേണ്ട രവി. ആ, ഇങ്ങോട്ട് വാ ചേട്ടാ. വാ ചേച്ചി. ഏയ് കുഴപ്പമില്ല, വാ ചേട്ടാ. ഇങ്ങോട്ട് വാ ചേട്ടാ. അത് സൈക്കിൾ എടുക്ക. അങ്ങോട്ട് കേറി ചേട്ടാ. ചെല്ലു ചേച്ചി. ചേച്ചി പുറയിലല്ല, മുന്നിൽ കയറിയിരിക്കേ. മുൻപിലോ? ആ ചേച്ചി, ഹീറോയിനും പോലെ മുമ്പ് വേണമായിരുന്നു പോവാൻ. പോ ചേച്ചി, പോയിരിക്കേ. കേറിയിരിക്കേ ചേച്ചി. എന്താ ഏട്ടാ, ടയർഡായോ? ഒരുപാട് സന്തോഷം തോന്നുന്നു വസുന്ധര. ഇത്രയും നാൾ നമ്മള് വിലപിടിപ്പുള്ള കാറിലാ പുറത്തു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൽ കിട്ടാത്തൊരു സന്തോഷവും തൃപ്തിയും എനിക്കിന്ന് സൈക്കിളിൽ കിട്ടുന്നുണ്ട്. ഈ ചെറിയ ചെറിയ കുടുംബത്തിലൊക്കെ ഇതാണല്ലേ സന്തോഷം? അതെ ഏട്ടാ, ഇതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് മനുഷ്യർക്ക് മനസ്സിനൊരു തൃപ്തി കൊടുക്കുന്നത്. ശരി, അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? പിന്നെ എന്നെ സൈക്കിളിൽ ഇരുത്തിക്കൊണ്ട് സിറ്റി മുഴുവനും ചുറ്റിക്കറങ്ങാൻ കരുതി ഏട്ടൻ. ശരി വസുന്ധര, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്റെ അടുത്ത് ഒന്നും മിണ്ടാതിരിക്കുന്നേ.
ഏട്ടത്തിയുടെ മക്കൾക്ക് എന്നെ ഒരു ബഹുമാനല്ല, ഏട്ടത്തിയോട് ഒരു ബഹുമാനല്ല. അവന്മാർക്കിപ്പോ അംബികാദേവി മാത്രം മതി. അല്ല, സ്വത്ത് മുഴുവൻ കൊടുത്തിട്ട് പോയ അബിയെ ഒരു വേലക്കാരനെ പോലെ ഫാക്ടറിയിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞ കുറഞ്ഞ പക്ഷം അബിയെങ്കിലും അവര് ബഹുമാനിക്കണ്ടേ? എന്തെടുത്തി ഒന്നും മിണ്ടാതിരിക്കുന്നേ? അമ്മ എന്ത് പറയാനാ ഇളയമേ? എന്റെ ഭർത്താവിനും അഖിലിനും കുരുട്ടു ബുദ്ധികൾ ഉപദേശിച്ചത് നിങ്ങളല്ലേ? നീ എന്തിനാ എന്നെ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? നിങ്ങൾ എന്താ ചെയ്തതെന്ന് നിങ്ങളുടെ മനസാക്ഷി പറയും. ഒരു കുടുംബത്തിന്റെ സന്തോഷം മുഴുവൻ നശിപ്പിച്ചു. ഒരു പെൺ ശകുനിയെ പോലെ സഹോദരങ്ങളെ തമ്മിൽ വേർപിരിച്ചു. അത് കണ്ട് നിങ്ങൾ ആഹ്ലാദിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് വിഷമം വന്നപ്പോ അവരെ കുറ്റം പറയുന്നു. നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത് വരെ ഇതൊന്നും അറിയില്ലായിരുന്നോ? അയ്യോ അയ്യോ അയ്യോ, ഇതൊക്കെ കേൾക്കുന്നുണ്ട് എടുത്തി. ഇവൾ എന്റെ മേലെ കുറ്റം ചുമത്തുന്ന കണ്ടോ? ഞാൻ അങ്ങനെ ഒരാളാണ് എടുത്തി. ഈ കുടുംബം നശിക്കാൻ ഞാൻ ആഗ്രഹിക്കോ? നിങ്ങൾ എന്തൊക്കെയാ ചെയ്തെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഏട്ടത്തി. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ മിണ്ടാതിരിക്കാൻ ഞാൻ. അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് വേദന ഉണ്ടാവില്ലായിരുന്നു. ഇതൊക്കെ കാണണമെന്ന എന്റെ വിധി. അവിടെ അവരോടും ഒന്നും പറയാൻ പറ്റുന്നില്ല, നിങ്ങളോടൊന്നും പറയാൻ പറ്റുന്നില്ല. ആ, എല്ലാരും എന്നെ മാത്രമേ പറയൂ. എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വഴക്ക് കേൾക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഞാൻ എല്ലാവർക്കും ഒരു ഭാരമായി. എന്നെ ഭർത്താവിനെ കൊണ്ടുപോയ ഈശ്വരൻ എന്നെ എന്തുകൊണ്ട് കൊണ്ടുപോകുന്നില്ല? എന്നെ എന്തുകൊണ്ട് കൊണ്ടുപോകുന്നില്ല? എല്ലാം എന്റെ വിധിയാ, എന്റെ തലവിധി. ഇനി എന്താ ചെയ്യാമേ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഭവനെ. അഭിയേയും വസുവിനെയും കാണണമെന്ന് തോന്നുക. എനിക്ക് അവരുടെ ഓർമ്മ മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യം നമുക്ക് ഫോൺ ചെയ്തിട്ട് പോവാമേ? വേണ്ട ഭവനെ, ഇപ്പൊ തന്നെ വിളിക്ക്, സംസാരിക്കണം. ആ ശരി അമ്മേ. ഭാവനയെടുത്തേ ഫോൺ ചെയ്യുന്നേ. ഹലോ ചേച്ചി. സുഖാണോ വസു? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. അമ്മ, അച്ഛൻ, കാർത്തിക, അഖിൽ, ഇളയമ്മ എല്ലാവർക്കും സുഖാണോ? അങ്ങനെ പോകുന്നു. അമ്മയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നു. കൊടുക്കു ചേച്ചി. ഹലോ വസു. അമ്മേ സുഖാണോ അമ്മേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നോട് ക്ഷമിക്കു വസു. അയ്യോ, എന്തിനാ അമ്മേ? നിങ്ങൾ രണ്ടുപേരോടും കൂടിയാ പറയുന്നേ. അഭി എവിടെ ഉണ്ടോ? ആ, അടുത്തുണ്ടമ്മേ. ഒരു മിനിറ്റ്, ഇപ്പൊ കൊടുക്കാം. അമ്മയാണോ? ആ. ഹലോ അമ്മേ. അബി, നിങ്ങൾ ഈ വീട് വിട്ടു പോയിട്ട് 3 ദിവസമേ ഉള്ളൂ അബി. ഈ അമ്മയോട് സംസാരിക്കണമെന്ന് നിനക്ക് തോന്നിയില്ലേ അബി? എന്നോട് നിനക്ക് ദേഷ്യമാണോ? എന്താ അമ്മ ഇത്? എനിക്ക് അമ്മയോട് അങ്ങനെ ദേഷ്യപ്പെടാൻ കഴിയോ? നിന്നെ, വസുവിനെ, കുട്ടികളെ എല്ലാരെയും കാണാൻ കൊതി തോന്നുന്നു. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരട്ടെ? എന്ത് ചോദ്യം അമ്മ ഇത്? അമ്മയ്ക്ക് എപ്പോ വേണമെങ്കിലും എന്റെ വീട്ടിലേക്ക് വരാലോ. അല്ല, എന്നാ അമ്മ വരുന്നേ? ഞാൻ ഉടനെ തന്നെ വരാം. ഇല്ലെങ്കിൽ നാളെ ഞാനും ഭാവനയും കൂടി വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും അമ്മേ. തീർച്ചയായിട്ടും വരണം. എന്നാ ശരി മോനെ. അമ്മയും ഭാവനയെടുത്തി നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ബേബി, അഖില് നിന്റെ ഭാസ്കരേട്ടനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്തില്ലേ? അവന് ഫീലൊന്നും ചെയ്യില്ലല്ലോ അല്ലേ? ആരാ ആ ഭാസ്കരേട്ടനോ? അത്രയ്ക്കും ഫീൽ ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ എന്നെ വലിയ നിലയിലെത്തിയേനെ. അത്രയ്ക്ക് നിഷ്കളങ്കനാണോ? അല്ലല്ല, മണ്ടനാ. പക്ഷെ അവന്റെ ഭാര്യ ഭയങ്കര ബുദ്ധിശാലിയാണെന്ന് തോന്നുന്നല്ലോ. ആരാ? ഭാവന എടുത്തിയോ? പാചകടിമയാ. അവരുടെ ബുദ്ധിയൊക്കെ കിച്ചൺ മുതല് ഡൈനിങ് ടേബിൾ വരെയേ ഉള്ളൂ. അങ്ങനെ നെഗ്ലിജൻസ് ആയിട്ടിരിക്കാൻ പാടില്ല ബേബി. സൈലന്റ് ആയിട്ടിരിക്കുന്നവരാണ് അവസാനം വയലന്റ് ആയിട്ട് മാറുക. ഞാനും അഖിലും അവർക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കുകയില്ല മോം. അവസരം കിട്ടുമ്പോ
സ്വത്ത് മുഴുവനും നമുക്ക് വന്നു ചേരാൻ ഡോക്യുമെന്റ്സ് മാറ്റി എഴുതാൻ പ്ലാൻ ചെയ്തിരിക്കുക. കൊള്ളാലോടി, നിന്റെ മനസ്സിൽ അത്ര വലിയ ഐഡിയ ഉണ്ടോ? കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ലല്ലോ. കണ്ടുടനെ മനസ്സിലാക്കാൻ ഞങ്ങൾ കത്തിയോ തോക്കൊന്നും അല്ലല്ലോ, മനുഷ്യരാണ് മോം. അത് ശരിയാ, ഉള്ളിലൊന്നും പുറത്ത് വേറൊന്നും കാണിക്കുന്നത് മനുഷ്യരുടെ സ്വഭാവം തന്നെയാ. ചുരുക്കത്തി സ്വത്ത് മൊത്തം നിങ്ങൾ സ്വന്തമാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുക. അതിനുശേഷം ഭാസ്കറിന്റെയും ഭാവനയുടെയും ഭാവി എന്തായി തീരുമോ എന്തോ. എന്താകാനാ, അഭിയേട്ടന്റെയും വസുവേട്ടത്തിയുടെയും അതേ അവസ്ഥ. ഭാസ്കരേട്ടനും ഭാവനേട്ടത്തെയും തെരുവിലിറങ്ങേണ്ടി വരും. അപ്പോ നിന്റെ അമ്മായി വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അഭിയേട്ടനും വസുവേട്ടത്തിയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കാമായിട്ടല്ലേ ഇരുന്നത്. ഭാസ്കരേട്ടനും ഭാവനേട്ടത്തിയും ഇറങ്ങിപ്പോയാലും അമ്മ മിണ്ടാതെ തന്നെ ഇരിക്കും. അഭി അവരുടെ വളർത്തു മകനാ, പക്ഷെ ഭാസ്കർ സ്വന്തം മകനല്ലേ. സ്വത്ത് ഏത് മകന്റെ കൈവശമായിരിക്കോ അവിടെ തന്നെയായിരിക്കും അമ്മയുണ്ടാവുക. നിന്റെ അമ്മായി പണത്തിന് കൊതിയുള്ളവരാണോ? അല്ല, അമ്മ കഷ്ടപ്പെടാൻ പാടില്ലെന്നാണ് അഭിയേട്ടന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് അമ്മയെ അവർ കൂട്ടിക്കൊണ്ടു പോകാത്തത്.